അകലെ ഒരു തീരം. കലയുടെ കളിത്തട്ടാകുമീ മണ്ണിൽ, സുകൃതമാകുമീ പൈതൃകപാതയിൽ, പിച്ചവയ്ക്കും ഞങ്ങളീ സന്നിധേ, അരങ്ങുണർത്തുന്നു കലാധരീയം. അവർ ഞങ്ങളുടെ പിന്നാലെ എന്ത് വേണമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ അറിഞ്ഞില്ലേ, നമ്മുടെ റാഷി മുഹമ്മദ് കുറച്ചു മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റിൽ പെട്ട് മരിച്ചു. ഇനി പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞ് എപ്പോ കൊണ്ടുവരാമെന്നറിയില്ല. നന്നായിട്ട് പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നാൽ നമ്മൾ റാഷി നമുക്ക് രക്ഷിക്കാനായല്ലോടാ. അകലെ ഒരു തീരം. മനുഷ്യ മനസ്സുകളിൽ ഇന്നും ഭയത്തിന്റെ നെരിപ്പോടുകൾ എരിഞ്ഞേറുന്നു. കരകാണ തീരത്തേക്ക് പ്രതീക്ഷയോടെ സഞ്ചരിക്കുകയാണ്. നാളെയുടെ സ്വപ്നങ്ങളാണ് അവിടെ. എന്നാൽ വർത്തമാന യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാനാവാത്ത വിധം നമ്മുടെ യൗവനങ്ങളെ അവർ കീഴ്പ്പെടുത്തി കഴിഞ്ഞു. ജീവിതം ആഘോഷിക്കപ്പെടണം. അതെങ്ങനെ വേണമെന്നതാണ് തിരിച്ചറിവ്. അതുകൊണ്ട് തന്നെ ഒരു ബോധവൽക്കരണ സിദ്ധാന്തം ഞങ്ങൾ അവതരിപ്പിക്കുന്നില്ല, മറിച്ച് ഇന്നിന്റെ വ്യാകുലതകൾ പങ്കിടുകയാണ്. നമ്മളെല്ലാവരും ഇതിലുണ്ട്. ഇത് കെട്ടുകഥയല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സത്യം. കലാധേയത്തിന്റെ 11ാമത് നാടകം അകലെ ഒരു തീരം. നാടകം ഒറ്റരക്കത്തിൽ അവസാനിക്കുന്നതിന് ആരെങ്കിലും അണിയറയിൽ പ്രവർത്തിച്ചവർ ആരെങ്കിൽ ബിനു പി ആർ, രാജീവ് എസ് മാര, രാജേഷ് ടി ആർ, പ്രശാന്ത് കുമാർ എം ആർ, ശ്രീജിത്ത് എസ്, മണിശങ്കർ എം എസ്, ശ്രീരാജ് പരമേശ്വരൻ, പ്രവീൺ കുമാർ, രാജേശ്വരി ടി ആർ, അരുന്ധതി ജി, ആതിര പ്രസാദ്, മാധവ് വിനോദ്, വെങ്കടേഷ് എസ്, ഇന്ദ്രജിത്ത് ബി, കേദാർ വർദ്ധൻ പി, ജ്യോതിഷ് കുമാർ. പിന്നണി പശ്ചാത്തല സംഗീത നിയന്ത്രണം മഹേഷ് കുമാർ കെ കെ, ഗോവിന്ദ് മനോജ്. ദീപ നിയന്ത്രണം ശശി സുവർണ. ശബ്ദവും വെളിച്ചവും വിശ്വാസ് ചേരാമറ്റം. റെക്കോർഡിംഗ് കലാഭവൻ പെരുമ്പാവൂർ. ശബ്ദ സാന്നിധ്യം സുഭാഷ് എം എസ് നെല്ലിമോൾ. രംഗക്രമീകരണം KPSC സുധൻ ആൻഡ് പൗലോസ് രായമണ്ഡലം. മേക്കപ്പ്
ശ്രീ ഐമുറി വേണു, സാങ്കേതിക സഹായം ഹരികൃഷ്ണൻ, ശ്രീജിത്ത് പരമേശ്വരൻ. പിന്നെ ശബ്ദവും വെളിച്ചവും തന്ന് നമ്മളെ സഹായിക്കുന്ന ശ്രുതി ലൈറ്റ് ആൻഡ് സൗണ്ട് വാഴക്കുളം. നാടകരചന എൽദോസ് യോഹന. സംവിധാനം രാജീവ് എസ് മാരാർ, രാജേഷ് ടി ആർ. കീഴിലം മഹാദേവ ക്ഷേത്ര ഭരണസമിതിയോട് നിസ്സീമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ ആരംഭിക്കും. സൈന്യാധിപന്മാരെല്ലാരും ഉണ്ടല്ലോ. ഹലോ, അതെ, ഈ നമ്മുടെ നാരായണക്കൂടെ എങ്ങാനുണ്ടോ? കണ്ടില്ല. അല്ല, എങ്ങോട്ടാ പോയെന്നറിയാമോ? അറിയില്ല. ഒന്നിവിടെ തിരിഞ്ഞ് നോക്കാൻ പറ്റുമോ? സമയമില്ല. അങ്ങനെയാണല്ലേ? സാരമില്ല, എന്റെ ക്യാമറയിൽ മുഖം പതിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇല്ലാതെ പോയി. ചേട്ടാ, ചേട്ടൻ ഈ സിനിമയിൽ പെട്ടു. ആ, ഇരിക്കുവാണോ? ബാലതാരങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തോണ്ടുള്ള ഒരു സിനിമയാണ് ഞാൻ ചെയ്യുന്നത്. ടിവിയുടെ സോമേട്ടാ, എനിക്കൊരു വേഷം. സോമദാസ് ഗുരുകുലം, അതാണ് എന്റെ പേര്. ഈ സിനിമയ്ക്ക് വേണ്ടി ചെറുതായിട്ടൊന്ന് പരിഷ്കരിച്ചതാ. എന്ന് എന്റെ സോമദാസ് ഗുരുകുലൻ ചേട്ടാ, എനിക്കൊരു വേഷം. നമ്മളിപ്പോ ചെയ്യുന്നത് സിനിമയാണോ ഷോർട്ട് ഫിലിമാണോ? നമ്മളിപ്പൊ ചെയ്യുന്നത് ഷോർട്ട് ഫിലിമാണ്. പിന്നെ വീട്ടിൽ പറഞ്ഞ് 2000-3000 കൊണ്ടുവന്നാൽ നമുക്ക് വേണ്ടവരാണ്. പോവാണോ? അല്ല, കാശിന്റെ കാര്യം ആലോചിച്ചിട്ടാണ് കാശ് ഞാൻ തിരിച്ചു തരാതെ. നിങ്ങൾ പിന്നെ അവസരം വെറുതെ നഷ്ടപ്പെടുന്നത്, എനിക്കതാ പറയാവുള്ളൂ. ഒപ്പില്ല, കുട്ടികൾക്കൊക്കെ തിരിച്ചറായി തുടങ്ങി. ഹലോ, സത്യൻ സാറല്ലേ? സാർ, ഞാൻ സ്വതന്ത്രനാവുകയാണ്. അതുകൊണ്ട് സാറിന്റെ അടുത്ത പടത്തിൽ വർക്ക് ചെയ്യാൻ എന്നെ പ്രതീക്ഷിക്കണ്ട. അല്ല, നമ്മൾ തമ്മിൽ ബന്ധം വെച്ച് ഞാൻ വിളിച്ചു പറഞ്ഞു മാത്രം. സത്യനെന്ത് കാണാം, പുള്ളി കൊറേ നിർബന്ധി ഞാൻ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണം. നീ എന്ത് ചെയ്യുന്നു പറയാം. അതിന് സത്യനന്ദിയുടെ സിനിമയുടെ നിർത്തിയതാണ് ഞങ്ങൾ കേട്ടാ. നിന്നോടായത് ഏതായാലും നിനക്ക് എന്റെ പടത്തിൽ ഒരു വേഷം ഉറപ്പാവേ. മമ്മൂട്ടിയുടെ ചെറുപ്പകാലം ഞാൻ കാണുന്നു. അനന്തുവിനെ അഭിനയിപ്പിക്കാൻ ആവില്ല സോമ. അല്ല, നിനക്കൊന്നും എന്നെ ഒരു വേലയില്ലെന്ന് എനിക്ക് അറിയാം. നീയൊക്കെ നോക്കിയത് ഒരു ദിവസം ഞാനൊരു വരവും വരും. അതെന്തെങ്കിലും പറ്റിയല്ലേ? ജോസി, ഒന്നുകൂടെ പിന്നിലേക്ക് വിട്ടു വന്നേ. ചെയ്തു വരുന്ന സമയത്തെ സൈഡിൽ നോക്കിയപ്പോ മഞ്ജുവാരനല്ലേ ഒരു സംശയം. ചേച്ചി, ഒരു 2000 കൊടുത്തതിനാ ചേട്ടൻ ചേട്ടൻ സിനിമയിൽ ചേച്ചി അഭിനയിക്കുന്നത്. ഞാനിവിടെ വലയിട്ട് വെച്ചിരിക്കണം. കാണാമല്ലേ, ഞാൻ ഉള്ളിൽ കയറി ചൂണ്ടയാണ് മിടുക്കനാ മിടുക്കൻ. അത് ജോസി, എനിക്ക് ഈ സിനിമ വരെ എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അതെനിക്കറിയാം. സോമേട്ടനുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ പേടിക്കുന്നത്? ചോദിക്കാൻ മറന്നു, ചേട്ടന് കല്യാണം അങ്ങനെ ജോസിയോട് പറയാതിരിക്കുന്ന കാര്യം. ആദ്യ സിനിമ കഴിഞ്ഞ വിവാഹം, അതാണ് എന്റെ സ്വപ്നം. അപ്പൊ ഇപ്പോഴൊന്നും ചേട്ടന്റെ കല്യാണം ഒന്നും കാണാൻ പറ്റില്ല. കുട്ടികളാണെന്ന് കാര്യമൊന്നുമില്ല. ഹ്യൂമർ സെൻസ് അല്ലേ. സിനിമയൊക്കെ എഴുതുമ്പോ എത്ര പിടിച്ചിരുത്തിയൊക്കെ എഴുതിപ്പിക്കണം. ചിരിച്ചിരിക്കും എന്റെ രൂപാട്. ഞാൻ പിന്നെ വരാതെ
നിങ്ങൾ അതുപോലെ അങ്ങോട്ട് വരാറ്. ഞാൻ എങ്ങനെ വരാനാ? കാര്യം തന്നെ 2-3 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. പക്ഷെ എങ്ങനെയാ? വണ്ടിയുള്ളവർക്കൊക്കെ എളുപ്പാട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞതിന്റെ ലക്ഷ്മേ. 2 വീലറുണ്ടെങ്കിൽ എനിക്ക് വരാൻ പറ്റുന്നത്. ഞാനേ അകത്തേക്ക് എത്തണ്ടേ? സോമേട്ടാ, എന്റെ കാര്യം പരിഗണിക്കാം. ചേച്ചി ഈ നാരായണ എവിടെ പോയി? അയ്യോ ചേട്ടൻ കൃഷി ഓഫീസറെ പഠിക്കുവാണോ? എന്താ പരിപാടിയാ? ഞാന് പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പൊ നാട്യങ്ങളില്ലാത്ത കർഷകൻ എന്ന പേരിൽ നാരായണനെ കുറിച്ചും പരിചയപ്പെട്ടു. അതിന് വേണ്ടി വന്നതാ. അയ്യോ എപ്പോഴാ വരാൻ പറയുന്നില്ല. വിളിച്ചു വെക്കാൻ ചേട്ടൻ ഫോണില്ല. ഓ നീ എപ്പോഴെങ്കിലും വന്നാ? ഞാൻ പോയിട്ട് ഇരിക്കാം. അല്ല നിന്നെ കല്യാണക്കാരിയോ? അല്ല നിന്നെ ഇത് പെങ്ങളെ കെട്ടിക്കണമെങ്കിൽ നിനക്ക് കെട്ടണമെന്ന് പറ്റുമോ? ഈ പിള്ളേരെന്തായിട്ട് ഫോണിൽ കണ്ടിട്ടുള്ള ഇതൊന്നും വിശ്വസിക്കില്ലേ? ഞാനത് വെറുതെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽ പോലും ചെയ്തതല്ലേ. ഞാൻ പോയിട്ട് ഇരിക്കാം. വരാം. എന്റെ സിനിമയിൽ ചാൻസ് കിട്ടും നീ ഒന്ന് സ്വപ്നത്തിൽ പോലും നമ്മുടെ രാശിയുടെ 1-ാമത്തെ ചരമാവസ്ഥയാണ്. എന്തായി എന്താ പ്രശ്നം? ഞാനൊന്ന് ഫോൺ ചെയ്യാനായിട്ട് വന്നാ ആരും പോയോലും എനിക്ക് തോന്നി. അതാണോ? ഹലോ ഇവിടെ എങ്ങും ആരുമില്ലേ? ഇവിടെ വരുന്ന എല്ലാ ചേട്ടന്മാരും പിള്ളേരും എനിക്ക് വളരെ നന്നായിട്ട് അറിയാം. മാത്രമല്ല ഇതിപ്പോ ഇവിടുത്തെ താൽക്കാലിക ക്ലബ്ബാ. ആരോ വാടകയ്ക്ക് വരുന്നെന്നൊക്കെ കേട്ടു. അതുവരെ ഉള്ളവരുടെ പരിപാടി. ഹലോ ആരുടെ ദീപു? ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം നീ ഒന്ന് സെറ്റ് ആക്ക്. അതൊക്കെ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ. ആ ശരിയോ? ഓക്കെ ബൈ. ഒരു ഫ്രണ്ടാടി ദീപു. നീ നോട്ടൊക്കെ കാണിച്ച് ഒന്ന് ഫോട്ടോ എടുക്കട്ടെ. നിനക്ക് നല്ലൊരു ഫോൺ. എനിക്ക് നിന്റെ ബെല്ല് ആവശ്യമില്ല. ഫോട്ടോ എടുത്താൽ അയച്ചു തന്നാൽ മതിയായിരുന്നു. എനിക്ക് അറിയാഞ്ഞിട്ടാണോ? നിനക്ക് അറിയാവുന്നതല്ലേ പറ്റുന്ന കാര്യം. നമുക്ക് ഒരു സെൽഫി എടുക്കാം. അത് പോയി എന്താണോ ഒന്നും മിണ്ടാതെയാണോ വേറെ വരുന്നത്? നിങ്ങൾ ആരാ? ഞങ്ങള് 2 പെൺകുട്ടികളൊക്കെ നടില്ലേ? ഒന്ന് ശബ്ദം ഉണ്ടാക്കി വന്നൂടെ? ജോസ് എന്താ ഏട്ടാ? എന്താ കാര്യം? നാരായണേട്ടൻ. അതെ എന്റെ അച്ഛനാ. വിളിക്കണോ? അല്ല വീട് വാടകയ്ക്ക് കൊടുക്കണം പറഞ്ഞു വന്നതാ. അപ്പുറത്ത് ശിക്ഷ ചോദിച്ചപ്പോ നാരായണനോട് ചോദിച്ചാൽ എന്ന് പറഞ്ഞു. അതിപ്പോ ആരെന്താ പറയുന്നത്? അങ്ങനെ തരാൻ പറ്റുമോ? ഞാൻ യാസിൻ പോകുന്നു. ആരുമല്ല. പക്ഷെ നിങ്ങൾ നാട്ടുകാരും കാര്യങ്ങളും നാരായണൻ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ. അച്ഛൻ കൃഷി ഓഫീസിലൊക്കെ പോയിരിക്കുക. ഞാൻ അറിഞ്ഞു. മികച്ച കർഷകൻ
അച്ഛൻ. അതെ അതെ, എപ്പോഴാ വരാന്ന് പറയാൻ പറ്റില്ല. അല്ല, ദേ ഇതാ വീട്, കൂട്ടിയിട്ടില്ല. ചേട്ടൻ വേണമെങ്കിൽ കണ്ടോ? വേണ്ട, ഞാൻ നാനായിട്ടം വരുമ്പോ വന്നോളാം. ആ ശരി ശരി. അല്ല, എവിടെയാ വർക്ക് ചെയ്യുന്നത് പറഞ്ഞില്ലോ? ഞാൻ ടൗണിനടുത്തൊരു ഗോഡൌണിൽ വർക്ക് ചെയ്യാം, സൂപ്പർവൈസറായിട്ട്. ഞാൻ കരുതി വല്ല ബാങ്കിലോ മറ്റോ ആയിരിക്കും. അത് പിന്നെ ഇവിടെ അടുത്തൊരു കുട്ടി മരിച്ചില്ലേ കഴിഞ്ഞ ദിവസം, റാഷൻ മുഹമ്മദ്. ഒരു ആക്സിഡന്റില്. ആ അത് തന്നെ. എങ്ങനെ അറിയാം? അല്ല അറിയില്ല, ആ കുട്ടിയുടെ ഒരു ബന്ധു ഒരു ബഷീർ ഞങ്ങളുടെ കമ്പനിയിലുണ്ട്. അങ്ങനെയാണ് ഞാൻ ഈ വീടിനെ കുറിച്ച് അറിഞ്ഞത്. ഈ പറഞ്ഞ റാഷിന്റെ വീട് ഇവിടുന്ന് 2 വെള്ളത്തിന്റെ അപ്പുറത്താ. പക്ഷെ ബഷീർ ആരെന്ന് അറിയില്ല കേട്ടോ. അത് സാറില്ല, വിളിക്കാൻ അച്ഛൻ നമ്പർ ഒന്ന് കിട്ടിയിരുന്നെങ്കിൽ. നമ്പർ പറഞ്ഞാൽ അച്ഛനോട് അങ്ങോട്ട് വിളിക്കും. 9947147371. ഓക്കേ. ഓക്കേ. എന്നാ ഞാൻ അറിയണ്ടേ? ആ ശരി ശരി. അല്ല ഈ പാൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറി കാർഡ്, റേഷൻ കാർഡ്, വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലും വേണോ? നേരത്തെ പറഞ്ഞായിരുന്നെങ്കിൽ. അതൊക്കെ അച്ഛനോട് സംസാരിക്കുന്നതായിരിക്കില്ലേ നല്ലത്? അതല്ലേ നല്ലത്. എന്റെ പൊന്ന് ഡിറ്റക്റ്റീവ് ജോസി, അങ്ങനെയല്ലേ ആ പുള്ളി പറഞ്ഞത്? ഏതായാലും ആള് കൊള്ളാം. അച്ഛനൊന്ന് വളച്ചാല് നന്നായിരിക്കും. കാരണം പുലിവാലുണ്ടാകാൻ നിൽക്കരുത് കേട്ടോ. നമ്പർ എന്റെ അതിനനുസരിച്ച് ഒരു നമ്പർ ഇട്ട് നോക്കാം, വെറുതെ ഒരു ടൈം പാസ്. അച്ഛൻ വരുന്നുണ്ട്. നീ ആ നമ്പർ എന്നിട്ട് വേറെ പോവാൻ നോക്കിയേ. നമ്മള് സെൽഫി എടുത്തപ്പോഴേ മൂപ്പരും പെട്ടിട്ടുണ്ട്. കൊള്ളാം, നിനക്ക് നല്ല മാച്ചാ. ആണല്ലേ? എന്റെ പൊന്നു ബിന്ദു, ഞാൻ ഇത് കൊണ്ടൊന്നും പോകുന്നില്ല. നീ പെട്ടെന്ന് പോയി റെഡി ആയി, നമുക്ക് ടൗൺ വരെ പോകണം. എന്തിനാണ് അച്ഛനോട് പറയാണ്ട്? അച്ഛനെയൊക്കെ ഞാൻ പറഞ്ഞ് സമീപിച്ചോളാം, നീ ഒന്ന് മിണ്ടാതെ നിന്നാ മതി. പപ്പ എന്തേടി? 2 ദിവസമായി ഞാൻ അവനെ വിളിക്കാൻ തുടങ്ങിയിട്ട്. അവനൊക്കെ വലിയ തിരക്കായിരിക്കുമല്ലേ? എന്ത് തിരക്ക്? ഈ ബിസിനസ്സുകാരല്ലേ, തിരക്കില്ലാണ്ട് അവർക്ക് പറ്റുമോ? അച്ഛൻ ടൗണിൽ പോയപ്പോന്നും കൊണ്ടുവന്നില്ലേ ഇവർക്ക് വല്ല മിഠായിയോ ചോക്ലേറ്റോ? ആഹാ, പഴംപൊരിയുണ്ടല്ലോ. എവിടെ വെച്ചാ വേറുണ്ടോ? മോള് കഴിച്ചോ? നമ്മുടെ ആ ഗംഗാധരന്റെ കടയിൽ നിന്ന് വാങ്ങിയതാ. നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോ എന്ത് വാങ്ങിയാലും 3,000 കണക്ക്. നിങ്ങള് 3 മക്കൾക്കും വേണ്ടി. അതൊക്കെ പോട്ടെ, ജോബും വരാറില്ലേ മോളെ? അവനിപ്പോ വന്നിട്ട് 2 മാസമായി. ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കൊക്കെ വരണമൊന്നുമില്ല. മമ്മി ഒന്ന് വെച്ചിട്ടുണ്ടാകുമ്പോഴേ അവനൊന്നും വരുന്നത്. പിന്നോ നീ അവനെ വിളിക്കാറൊന്നുമില്ലേ? നിന്നെ വിളിച്ചിട്ട് കിട്ടണ്ടെന്നോ പറയണു. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ജോമോന്റെ ഫോൺ ബിസി ആയി. മാത്രല്ല എന്റെ ഫോണാണെങ്കിൽ എപ്പോഴും കംപ്ലൈന്റ്. ഇവർക്ക് എന്നാലും ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കണം. എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കാനെന്നറിയോ? അതുകൊട്ടെ എനിക്കൊന്ന് ടൗൺ വരെ ഒന്ന് പോണം. ഇവിടെ കൂടെ ഒന്ന് കൂട്ടിക്കോട്ടെ. അല്ല ഇവിടിപ്പോ വരികയെന്ന് വെച്ചാ, അല്ല പപ്പ വരില്ലേ മോളെ? പപ്പ എവിടെയോ പോയിരിക്കോ? തനിച്ചു പോണ്ടല്ലോ എന്ന് വെച്ച് ചോദിച്ചോ? സാരമില്ല. നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരൂ. ആ, 1-2 സാധനം വെക്കും, പെട്ടെന്ന് തിരിച്ചു വരും. ബിന്ദു, നീ എന്ത് നോക്കിക്കാ? അച്ഛൻ പറഞ്ഞിരിക്കും, പെട്ടെന്ന് കഴിയാവോ? അമ്മ എനിക്ക് എന്തെങ്കിലും അച്ഛനേക്ക് കൊണ്ടൊന്നും പഴംപോയി. നിന്റെ നട്ടിയെടുത്തൂല്ലേ? അപ്പൊ നീ കൊച്ചിനെ ഇതുവരെ കഴിക്കാനൊന്നും കൊടുത്തില്ലേ? അതിപ്പോഴത്തെ ചേമ്പ് പിഴിഞ്ഞതായിരിക്കുന്നത്. കഴിക്കുമെന്നറിയാണ്ട് ചേമ്പുണ്ടായിരുന്നല്ലേ? എന്നിട്ട് മിണ്ടിയില്ല. അടുക്കള കയറാൻ സമയം കിട്ടിയില്ല. മോള് വീട്ടിൽ ചെല്ലുമ്പോ മമ്മിയോട് ഇവിടെ വരെ വരാൻ പറഞ്ഞു. ഞാൻ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ പറയാൻ പറയും. ധാരാളം മതി. പിന്നെ നട്ടു നനച്ച് വളർന്ന കാര്യങ്ങളൊക്കെ. അയ്യോ, അത് തന്നെത്താൻ പറഞ്ഞിട്ടറിയും. മമ്മിയുടെ സംശയത്തേക്ക് എനിക്ക് പറ്റില്ല. പിന്നെ നമ്മളെ ടൗണിൽ പോണേ, വേഗം വരുമോ? ഒരു കൂട്ടുകാർക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് 1-2 സാധനങ്ങൾ വാങ്ങിക്കാൻ 2 വീലറുകൾ പെട്ടെന്ന് വീട്ടിൽ വെച്ചു. അധികം കറങ്ങാൻ നിൽക്കണ്ട. പിന്നെ തണുത്ത സാധനങ്ങളൊന്നും അവർക്ക് വാങ്ങിച്ചു കൊടുക്കണ്ട. ജലദോഷം ഗുണപ്പറപ്പാ. ഒരു കല്യാണത്തിന് ഞാൻ ചെന്നാ ഞങ്ങൾ കാണാൻ ഒരു 4-5 ഐസ്ക്രീം അവൾ അകത്താക്കും. അതാ സ്വഭാവം. പകരെ കുറിച്ച് തലവർത്തം പറഞ്ഞാൽ കേൾക്കില്ല. ഇപ്പോഴും എല്ലാവർക്കും എന്റെ കൈ തന്നെ ചെല്ലണം. ഒന്നേ ഉള്ളൂ എന്ന് കരുതിയുള്ള സ്നേഹക്കുറവാണ് തോന്നാം. ആവാം. പക്ഷേ ഈ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും കാണുമ്പോ വല്ലാത്തൊരു പേടിയാ. അച്ഛാ, അങ്ങനെ പക്വതയില്ലാത്ത കുട്ടികളാണോ ഞങ്ങള്?
നിങ്ങളെ കുറിച്ച് എനിക്ക് അങ്ങനെ ഒരു പേടിയില്ല. പക്ഷേ ചെന്നെത്തുന്ന കൂട്ടുകെട്ടുകള് നമ്മളെ വല്ലാതെ മാറ്റി വരയ്ക്കും. ഒന്നും അറിഞ്ഞുകൊണ്ടാവണമെന്നില്ല. ചെങ്ങാതിമാരെ നിങ്ങളുടെ പാടെ ഞാൻ പോകും. കല്യാണം അല്ല ഒരു കുപ്പായം മാറിയായിരുന്നില്ലേ? അവരൊന്നും വന്നിട്ടില്ലേ? നീ പോയി പ്രിയ വിളിക്കുക. വീട്ടിലൊരു പെൻഷൻകാരുള്ള ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ അടുക്കളയിലായിരിക്കും? രണ്ടും കൂടി അകത്തേക്ക് പോയിട്ടില്ല. രണ്ടും കൂടി ടൗണിൽ പോകാനുള്ള പരിപാടിയിലാണ്. അപ്പൊ ഇന്ന് വൈകുന്നേരമായിട്ട് നോക്കിയാൽ എങ്ങോട്ടാണ് തിരിച്ചു കഴിച്ച സിനിമയ്ക്കാവാം? സിനിമയ്ക്കോ ഇവിടെ കൂട്ടിയോ നടക്കണ കാര്യം പറയാം. ഞങ്ങൾ പോയിട്ട് വരാം. വൈകിട്ട് നമ്മൾ ഫുഡ് വീട്ടിൽ നിന്നാണോ വെളിയിൽ നിന്നാണോ? മമ്മിയേതോ മീറ്റിങ്ങിന് പോയിരിക്കുക. ഓ അതൊന്നും ഞാൻ പറഞ്ഞു. നീ വൈകിട്ട് പോവാ, നമുക്ക് സെറ്റാക്കാം. ഓക്കെ എന്തിനാച്ചാ? എന്റെ കയ്യിലുണ്ട്. ഒരു വഴിക്ക് പോണതല്ലേ ഇരിക്കട്ടെ. രണ്ടാഴ്ചയായി തന്നെ ഈ വഴിക്കൊക്കെ ഒന്ന് കണ്ടിട്ട്. പ്രത്യേകിച്ച് ഒരു കാര്യം ഉണ്ടായിട്ടില്ല. എന്ത് ബുദ്ധിമുട്ടായോ? വന്നപ്പോ തന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം അതിനെന്താ ഉപ്പിട്ടുണ്ടോ? ഷുഗറും പ്രഷറും ഒക്കെ ഉണ്ട്. എന്നാലും എല്ലാം ഒഴിവാക്കാൻ പറ്റുന്നില്ല. അത് കൊള്ളാം. ഇന്ന് രാവിലെ ക്ലബിന്റെ മീറ്റിംഗ് പോയതാ. ഇനി എപ്പോഴാ വരുന്നത്? പിന്നെ നിങ്ങൾക്കും അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പാടില്ലേ? അത് കൊള്ളാം. കുടുംബത്തെ വന്ന ആളിരുന്നാലേ കാര്യമുള്ളൂ. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ള ആൾക്കാരല്ലേ? അതൊക്കെ പോട്ടെ. താൻ പോകുമ്പോ ഞാൻ കുറച്ച് തൈകൾ വാങ്ങി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടാ പറഞ്ഞതാ. ഒരു കർഷകത്തിന് അതൊക്കെ നേരിട്ടായാൽ മതി. എന്നെ കൊണ്ട് വയ്യേ. ലക്ഷ്മി അത് കുറച്ച് ആഗ്രഹിട്ടുണ്ട്. അത് വരുന്നോ? കുറച്ച് ചേനയും ചേമ്പും ഒന്ന് രണ്ട് പറഞ്ഞ കായുള്ളൂ. അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടില്ലോ? അത് കുഴപ്പമൊന്നുമില്ല. ഇത്തിരി വൈകിയാലും ചീത്തയാവില്ലല്ലോ. എന്തായാലും ഞാൻ അറിഞ്ഞോളാം. ഇന്ന് കുറച്ച് അത്യാവശ്യം വീട്ടിൽ. താൻ ഇരിക്കുന്നില്ലേ? ഇല്ലില്ല. ഇന്നത്തെ കഴിഞ്ഞ വർഷം ആക്സിഡന്റിൽ മരിച്ച പയ്യനില്ല റാഷൻ മുഹമ്മദ്. അവന്റെ സുഹൃത്ത് ഒരു വിഷ്ണു ഇന്നലെ ആക്സിഡന്റ് ആയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ. പിള്ളേർക്കൊക്കെ ഇതെന്താ പറ്റണെന്ന് എനിക്കറിയില്ലാത്ത. ഒന്നും വരുത്തലേ ഈശ്വര. ആരാ മനസ്സിലായില്ല? ഞാനിപ്പോ തെക്കുന്ന പത്തനംതിട്ട ഇവിടെ വീട് വാടകയ്ക്ക് വെക്കുന്ന നേരത്തും വന്നിട്ട് പോയതാ. ഇപ്പൊ ചായക്കാരനാ നാരായണ വന്നിട്ട് പറഞ്ഞത്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യത്തിന് ഉത്തരവായി. ഞാൻ യാസിൻ മുഹമ്മദ്. നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. ആറ്റങ്ങളോ ജെയിംസ് ക്യാമറും സത്യജിത്ത് റേ ഇവരൊക്കെ ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ലോകം ട്രാവലിംഗ് നടത്താനാണെന്ന് അറിയാമോ?
അമ്മായിക്ക് ജോലി മക്കളെ പറ്റുന്നത് അതൊന്നും ഉദ്ദേശിക്കുന്നത് നീയൊക്കെ ആരെ കുഞ്ഞിക്കണമെന്ന് എനിക്കറിയാം എന്നോടൊക്കെ പറയാം എന്നെ പറയാം നീ കീഴുണ്ട് മനസ്സിലായില്ലോ. അല്ല ഞാൻ ഈ വീട് ഓ ഇതാ ഇത് നമ്മുടെ അവറാച്ച മുതലാളിയുടെ വീടാ. ഇപ്പൊ വാടക കൊടുത്തേക്കാ. ആരും വരുന്നില്ല. അയ്യോ എന്താ അത് ഈ നാട്ടുകാരെന്തോ ദോഷമൊക്കെ ഉണ്ടെന്നാ പറയണേ. എന്ത് ദോഷം താങ്കൾ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഈ സീരിയല് റീൽസ് ഇൻസ്റ്റാഗ്രാം അങ്ങനെ എന്തെങ്കിലും അയ്യേ അതൊന്നും എനിക്കറിയില്ല ഇല്ലേ? എങ്കിൽ എന്റെ സിനിമയിലെ നായകനെ ഞാൻ താങ്കൾ കാണുന്നു. ഞങ്ങളുടെ നാട്ടിലെ വലിയ ഡയറക്ടറാ. പേര് സോമദാസ് തിരുമല. കേട്ടിട്ടില്ലേ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല ഇവര് കൺകൂലിനെ കണ്ടു. ഇപ്പൊ കാണാൻ പറ്റുന്നില്ല. അയ്യോ അത് പറ്റി പേടിക്കണ്ട അസൂയക്കാര ഇതിനെല്ലാം കുറച്ച് കഴിയുമ്പോ എന്റെ പിന്നാലെ വരും. അതല്ലേലും വരേണ്ടി വരും. സാറേ സാറേ അങ്ങനെയാണെങ്കിൽ അടുത്ത പോയിട്ട് എനിക്കൊരു വിഷയം അയ്യോ കഴിയുന്നത് അടുത്ത തിരുവേൽ എന്റെ നായകൻ താങ്കൾ തന്നെ. അടിപൊളി. എന്താ പേര്? യാസിൻ പോകുന്നു ഞാന് ഈ സിനിമയ്ക്ക് വേണ്ടി പേര് ചെറിയ പരിഷ്കാരങ്ങൾ നടത്തി കുഴപ്പമില്ല. നല്ല പേരാണ് അല്ല ഞാൻ ഉദ്ദേശിച്ചതല്ല ഈ ഗോപാലകൃഷ്ണൻ ദിലീപായവര് മുഹമ്മദ് കുട്ടി മമ്മൂട്ടി ആയവര് അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ഇഷ്ടം ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ ഹോട്ടൽ പാരഡൈസിൽ വരും. നമുക്ക് അടുത്ത സിറ്റിംഗ് അവിടെ വെച്ച് ആവാം. എവിടെയാ താമസം? വീട് പത്തനംതിട്ടല്ല ടൗണില് ഒരു ചെറിയ ജോലിയുണ്ട് വീട് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത് ഞാൻ ഈ വീടോ? ഇവിടുന്ന് നാരായണത്തോട് ശരിയാക്കി തന്നു കർഷകശ്രീ. ഓ അപ്പൊ ഞങ്ങളൊക്കെ ഒന്ന് വീണം അല്ലേ? എവിടെയെങ്കിലും അതായിക്കട്ടെ അത്രേ ഉള്ളൂ നിങ്ങളൊന്നും ആണോ? എങ്കിൽ പിന്നെ എന്ത് സഹായം വേണം ഞങ്ങൾ കൂടെ ഉണ്ടോ? ഞാനും അറിയിക്കാം ഒന്ന് വിളിക്കാനില്ലേ? അതെ നിങ്ങൾ എല്ലാവരോടും കൂടി പറയാം നിങ്ങളുടെ ഈ കളിസാധനങ്ങളൊക്കെ എടുത്ത് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുക്കും. അയ്യോ അതുകൊണ്ടാ എനിക്ക് വേറെ ഒരു ശരി വന്നിട്ട് അവരോട് എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല തനിക്ക് ബുദ്ധിമുട്ടി എനിക്ക് കുഴപ്പമില്ല. പിന്നീട് ബുദ്ധിമുട്ടായിരുന്നു നമ്മളെ നാട്ടിലുള്ള പിള്ളേരാ കുഴപ്പക്കാരൊന്നും അല്ല. പിന്നെ എവിടെ ഉണ്ടാവുമല്ലോ ഒന്നുകൂടെ ചൊറിയാൻ പറഞ്ഞേ അതൊന്നും കാര്യമാക്കണ്ട. നിക്ക് ലക്ഷ്മി ഒന്ന് തൂത്തോച്ച് വിട്ടേക്കുക അതേ പൊടി പിടിച്ചെടുക്കുക. അതിനെന്തിനാ ചേച്ചി വിളിക്കണേ? ഞങ്ങളെ കാണാം. ഇവിടെ ബാഗ് എടുത്തേ. ചേട്ടൻ ഇന്ന് വാങ്ങി. താഴെക്കുള്ള വായു പിടിച്ചിരിക്കുന്നത് പോയി സഹായിച്ചൂടെ? ഞാനാ നാളത്തെ സംവിധായകനാവാൻ പോണ ഞാൻ ചൂരെടുത്ത് തൂത്ത് വാടാനോ നാലാനായിട്ട് വേറെ ലോകം. ഞാൻ ഈ ലോകത്തൊക്കെ തന്നെയാ. കെട്ടിച്ചു വിടാതായ ഒരു പെങ്ങളും വയ്യാത്തൊരു അമ്മയുള്ള അതൊക്കെ മറന്നിട്ട് നീ സിനിമയെ പിടിച്ചു നടന്നോ? എന്റെ നാരായണനാവൊന്നും മറന്നിട്ടല്ല അത് പറഞ്ഞപ്പോഴാ കാശുണ്ടാവും ഒരു 500 രൂപയുടെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണായിരുന്നേ. ലക്ഷ്മിയോട് പറഞ്ഞേക്കാം വാങ്ങിച്ചോ. അയ്യോ ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചായിരുന്നു എല്ലാം കൂടെ കൂടി തിരിച്ചു തരണം. അതൊന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. മരുന്ന് കൃത്യമായി വാങ്ങി കൊടുക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ. സോമദാസ് ഗുരുകുലം ആയിക്കോട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞു ഇപ്പോഴാണ് നീ തന്നി പറഞ്ഞത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ട് ഒന്ന് ഇരിക്കാൻ നേരം കിട്ടിയിട്ടുണ്ട് അതിരിക്കട്ടെ എന്ത് വികസനമാണ് നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്?
നിങ്ങളോട് നേരിട്ട് ചോദിച്ചറിയാനാ അവരാജമാളി പറഞ്ഞിരിക്കുന്നത്. എന്റെ പൊന്നു സുശീല, ഒന്നും വേണ്ട. ഇപ്പൊ എന്നെ പോലെ അങ്ങനെ അങ്ങ് പോയാ മതി. എന്താ ഈ റോഡെല്ലാം കുത്തിപ്പൊളിച്ച് പളവളാന്ന് ടയർ മോനെ ഗുരു ഗുരുകുലം സോമദാസ് ഗുരുകുലം. ആയിക്കോട്ടെ, നീ ടൈറ്റാനിക് സിനിമ കളിക്കാം. ഞാനാ കാശ് എത്രയായാലും വിഷയമല്ല. അവറാറ്റം പോരാലോ പറഞ്ഞ് ഞാൻ സമ്മതിക്കും. അടിപൊളി കിട്ടും. എന്നാ നീ ഇന്ന് തന്നെ ടാങ്കിന്റെ പണി പഠിക്കോ. ടാങ്കാ? എടാ 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 കപ്പലിറക്കണ്ടേ? ഒരു 4 ഏക്കർ സ്ഥലത്ത് വലിയൊരു ടാങ്ക് പണിയും. പറയാം. കപ്പല് നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുത്താം. ഒന്നിനും ഒരു കുറവുണ്ടാകുന്നത് ഞാൻ മെമ്പറായിട്ട് നിനക്കൊന്നും ഒരു ഗുണമില്ലാന്ന്. പിന്നെ എല്ലാം ശരിയായാൽ എനിക്കൊരു വേഷം നമുക്ക് ഒഡീഷ നടത്തി തീരുമാനിക്കാനോ? എന്തുട്ട് അഭിനയിച്ച് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ നമുക്ക് റെഡിയാക്കാമേ. ഓഹോ, അപ്പൊ എനിക്കും ഉണ്ടാക്കാളപ്പാ. സാരമില്ല, ഞാനൊന്ന് ആലോചിക്കട്ടെ. എല്ലാം ഓക്കെ ആണെങ്കിൽ ചേട്ടൻ തന്നെ പ്രധാന വേഷം. ആണോ? എന്നാ പിന്നെ നീ കാര്യങ്ങൾ മുമ്പോട്ട് നീക്കോ. ഇനി കേട്ടോ, അവറാറ്റം പോരാളി നിങ്ങൾക്കൊരു പുതിയ ക്ലബ് കൊണ്ടുതരാൻ പോവാ. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചു. എന്ത് വികസനമാണ് വേണ്ടത് പറഞ്ഞാൽ മതി, ഞാൻ നടത്തിക്കും. വികസനം നടന്നിട്ട് ചേട്ടൻ എങ്ങനെ ജയിച്ചേ? ഞങ്ങൾക്ക് അതാ മനസ്സിലാവാതെ. നല്ല ചോദ്യം. എടാ, നിങ്ങൾ ആരും എനിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാലും ഈ സുശീലൻ അങ്ങ് ജയിച്ചു. വോട്ടിന്റെ തലേന്ന് ഒരു പൈന്റും 500 രൂപയും കൊടുത്തപ്പോ വോട്ട് ഇങ്ങ് പോന്നു. അത്രേ ഉള്ളൂ. നമ്മള് മനസ്സിലായോ? നിന്റെ ഒന്ന് വോട്ട് വേണ്ടെങ്കിലും നിങ്ങളൊക്കെ ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. നമ്മുടെ ബിന്ദുവിനെ അറസ്റ്റ് ചെയ്തു. ഞാനും ആന്റണിയും അപ്പോഴേ പോയി സംസാരിച്ചു. ബിന്ദുമോൾ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് ഉറപ്പാണ്. എങ്കിലും ബിന്ദു ആ ബ്യൂട്ടി സെന്ററിൽ കൊടുത്ത ബോക്സിൽ നിന്ന് MDMA കണ്ടത്. ജോസിയുടെ ഫ്രണ്ട് കൊടുത്തയച്ച ബോക്സാണ്. എങ്ങനെയാണ് ബിന്ദുവിൽ പെട്ടതെന്ന് അറിയില്ല. എന്തോ ആ കൊച്ചൊന്നും തുറന്നു പറയുന്നില്ല. പിന്നെ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ഈ നാരായണേട്ടനൊന്ന് അറിഞ്ഞിറക്കണ്ടേ? ആകെ തകർന്നിരിക്കുക. ചേട്ടാ, നിങ്ങൾ സ്റ്റേഷനിലേക്ക് അല്ലേ? ഞാൻ അറിഞ്ഞു. ഓ ആയിക്കോട്ടെ. ചേച്ചി പേടിക്കണ്ട, ജാമ്യം കിട്ടും. ചേട്ടനൊന്ന് വന്നാ മതി. കാര്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ അവറാറ്റം മുതലാളി സ്റ്റേഷനിലേക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ പേടി വേണം. എന്റെ പോലീസ്
കൊലപ്പെടുത്തിയിട്ട് ജോസിയാണെന്ന് നീ സംശയിക്കുന്നുണ്ടോ? സംശയമില്ലേ? സത്യമല്ല അത്. അവർ ഒരുമിച്ച് ടൗണിൽ പോയി അന്നാണ് ഈ സംഭവം നടക്കുന്നത്. ഇനി എന്താ വേണ്ടത് എനിക്കറിയാം. സന്തോഷായടാ, സന്തോഷായി. ജോസിയാണ് ബിന്ദുവിനെ കുടുക്കിയതെങ്കിൽ ഇനി എനിക്ക് അങ്ങനെ ഒരു മകളില്ല. അബദ്ധവശാൽ എങ്ങനെ അവളെ വീട്ടിൽ കാലുകൂട്ടിയ അവിടെ കാര്യം നിങ്ങൾ അത് വെട്ടിയേക്കാം. അത് കൊള്ളാം. എന്നിട്ട് വേണം ഞാനും പോയി ജയിലിൽ കിടക്കാൻ. അവറാച്ചമ്മ സഹായം വാങ്ങി എന്റെ മുറ്റത്ത് നിന്ന് കുറയ്ക്കാൻ നിൽക്കണ്ട. ഈ സമയത്ത് നിങ്ങൾ ഇങ്ങനെ തർക്കിക്കാതെ. ജോസിമോൾ അങ്ങനെ ചതിക്കാൻ വഴിയില്ല. ഇതാരോ അബദ്ധത്തിൽ അവരെ കുടുക്കിയതാണ്. ഇറങ്ങാൻ ആരണ്ട. അറിയാം, എന്റെ മകളുടെ കാര്യം അറിയാം. ഇനി ആരും ഇവിടെ നിൽക്കുന്നില്ല. ഞാനാണെങ്കിലും ഇങ്ങനെ ഒരു അവസരത്തിൽ അവൾ ബാംഗ്ലൂരിൽ പോയി കാര്യങ്ങൾ ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. മറ്റന്നാൾ അവിടെ ലക്ഷ്മി ഒന്നുകൊണ്ട് പേടിക്കണ്ട. എക്സൈസ് ഓഫീസറെ എന്നെ സുഹൃത്താണ്, ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ബിന്ദുക്കൾ ഇങ്ങനെ ഒരു അവസ്ഥ കാണിക്കുന്നത് നമുക്ക് ഉറപ്പില്ല. ഞാനും സന്തോഷമായിട്ടില്ല. ശരിയാണോ? നിനക്ക് ചെയ്യാൻ നിനക്ക് ഇങ്ങനെ മനസ്സ് വന്നു. അതിന് ഞങ്ങൾ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്യുന്നത്? ഞാൻ പോയിട്ട് വരാൻ. പിന്നെ ആരെങ്കിലും ഇനി ഇതേക്കുറിച്ച് ചോദിച്ചാൽ തിരിച്ചൊന്നും പറയാൻ കേട്ടല്ലോ. ആ പോലീസുകാരൻ ഒരു നല്ല മനുഷ്യനായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്കൊന്നും പോയില്ല. മോൻ അച്ഛനൊരു സഹായം ചെയ്യും. ഇതൊരു 15,000 രൂപയുണ്ട്. ഇനി എത്ര വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി. ഒരു ഫോൺ വാങ്ങണം. ഇപ്പോഴത്തെ അത് തന്നെ കൊച്ചിന് വേണ്ടിയിട്ടാ. കുറെ നാളായി പറയാൻ തുടങ്ങിയിട്ട്. സൗകര്യം പോലെ വാങ്ങിയാൽ മതി. ഞാൻ നാളെ വരുമ്പോ 2 ദിവസം കഴിഞ്ഞാൽ വരും. അത് വേണ്ട, താൻ വീട്ടിൽ പോയിട്ട് വരുമ്പോ വാങ്ങിയാൽ മതി. അതൊക്കെ യാസിന് കാശിന്റെ വല്ല ആവശ്യവും ഇല്ല. എന്താണെന്നറിയില്ല. താനിവിടെ വന്നപ്പോ പോലെ വേണ്ടപ്പെട്ട ആരോ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലാ. അറിയാതാണെങ്കിലും എന്റെ മോളൊരു അബദ്ധത്തിൽപ്പെട്ടപ്പോ ശരിക്കും പിടിച്ചിരിക്കും പാടുപെടുകയാണ്. എന്റെ മോക്കൊന്നും വരുത്തല്ലേ എന്നൊരു
പ്രാർത്ഥന മാത്രം. നാരായണേട്ടാ ഒന്നും വരില്ല, സമാധാനമായിട്ടിരിക്കും. ആ ജോസിമോളോ എന്താ വന്നത്? തക്ക സമയത്ത് ബാംഗ്ലൂരിലേക്ക് പോയില്ലേ? എന്നിട്ട് വിവരം അറിഞ്ഞ് തിരിച്ചു വന്നു. നന്നായി മോളെ. മോളിനി ഇങ്ങോട്ട് വരണ്ട. മയക്കുമരുന്ന് കേസിലെ പ്രതിയുടെ കൂട്ടുകൂടിയാ മോക്ക് ചീത്തപ്പേരാകും, കുടുംബത്തിന് നാണക്കേടാകും. പോയിട്ടോ? എന്തിന് ഇനി എന്റെ മോളെ ചതിക്കാനാ? അച്ഛനിപ്പോ എന്ത് പറഞ്ഞാലും എനിക്ക് ദേഷ്യം തോന്നില്ല. അങ്ങനെ ചിന്തിക്കാൻ അച്ഛനെ സാധിക്കുള്ളൂ. സോറി പറയേണ്ടത് ഞാനല്ലേ. ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കാണ്, അന്ന് നിങ്ങളെല്ലാം ബോക്സ് തന്നാരാ? ഇതൊക്കെ ചോദിക്കാൻ താനാണ് പോലീസ്. അല്ലെങ്കിലും വർത്തന്മാർ ആവശ്യമില്ലാത്ത കാര്യത്തിലുള്ള കാര്യമില്ല. ബാംഗ്ലൂരിൽ പോയിട്ട് നീ നേരത്തെ പോകുന്നു, 2 ദിവസം കഴിയാറുണ്ടെന്ന് പറഞ്ഞു. ബാംഗ്ലൂരിൽ നിനക്ക് എന്താണ് പരിപാടി? മയക്കുമരുന്നിന്റെ ബിസിനസ്സാണോ? എന്തായി പറയുന്നേ? ഒരു പാവം കൊച്ചിനെ കൊണ്ടുപോയി കെണി ചാടിച്ചിട്ട് നീ നിന്ന് വേറെ ആരെ കൊണ്ടുപോകുന്ന സാരില്ല അച്ഛാ. സ്നേഹത്തോടെ എന്ത് പറ്റി മോളെന്ന് ചോദിക്കുന്നു കരുതി. അതെടി, ഈ പാലക്കാരനെ അവന് ചെയ്യുന്നു പറഞ്ഞ അത് ചെയ്തിരിക്കും. കുടുംബത്തിലെ ശാപമായ ഒരു ജന്മം. പോയിക്കോളാം. ആർക്കും ഒരു ശാപമായിട്ട് ഞാനിവിടെ നിൽക്കില്ല. പറയാറില്ലേ ആ ബോക്സ് ഞാനാണ് കയ്യിൽ തന്നു. അതെങ്ങനെ കമാനോ അച്ഛനാണ് കിട്ടിയില്ല? നമ്മുടെ ജോസിനെ പോലീസ് വിളിക്കുന്നത് എനിക്ക് പറ്റില്ല സാർ. അങ്ങനെയല്ല നിങ്ങൾ ഞങ്ങളെ വളർത്തിയത്. മതി. ഇനി എന്താ ചെയ്യേണ്ടത്? എനിക്കറിയാം. എനിക്ക് മാത്രം. ലീവ് കുറവായിരുന്നു നാരായണേട്ടാ. നാരായണേട്ടൻ പോണം. നന്നായി, കുറെ നാളായി. ഇനി എന്തെങ്കിലും അങ്ങോട്ട് ഇല്ല, പുറത്തുള്ളതുകൊണ്ട് ആദ്യം ഒത്തുള്ളൂ. നിനക്കെന്താ പോണം? മോനെന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ഇന്ന് ചെറിയ ഫ്രഷ് ആയിട്ടുള്ള എന്തെങ്കിലും കഴിക്കാം. നിൽക്കൊക്കെ ഇന്ന് കഴിക്കാം.
ബുദ്ധിമുട്ടാണെങ്കിൽ എടുക്കാൻ പറയാം. ഞാൻ വന്നോളാം. എന്താ സാർ? എന്താ ഇത്? ഈ പിള്ളേരെല്ലാം പണിയാക്കി വെക്കുകയാണെന്ന് പറയുന്നത്. ഒരു പരിപാടി ഉണ്ടോ? അല്ല, നമുക്ക് തന്നെ പണിയാക്കി. എന്താണ് പറഞ്ഞത്? നിലവാ. ജോസിനോടോ? നിങ്ങൾക്കറിയാവുന്നതല്ലേ ഈ കുട്ടി ഇന്നലെ സ്റ്റേഷനിൽ വന്നിരുന്നു. നിങ്ങളുടെ മകളുടെ കേസിൽ യഥാർത്ഥ കാരണക്കാരി ഈ കുട്ടിയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതിപ്പോ കാര്യം കഴിഞ്ഞു പോകാൻ പ്രത്യേകിച്ച് ഇതിന്റെ ഗൗരവം അവർക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. തൽക്കാലം ഞാൻ ഇവിടെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ആന്റണി പട്ടണത്തിൽ വരുന്നുണ്ടോ? ഡാഡി വരുമ്പോ എന്നെ നിന്ന് വിളിക്കാൻ പറ. വാടകയ്ക്ക് താമസിക്കുന്ന ആളോ സാറേ? ഈ തൊട്ടടുത്ത ജോലി ചെയ്യുന്നത്? തരും. സാറേ, ആ ചെറുപ്പക്കാരനാ. എനിക്കറിയാവുന്ന ജോലിയാ. നാളെ സ്റ്റേഷനിൽ വന്നു. എന്തിനാണോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ എല്ലാവർക്കും നിയമം അറിയാമല്ലോ. തന്നോട് കാണിക്കുന്ന കൺസിഡറേഷൻ എന്നും ഉണ്ടായിക്കൊണ്ടില്ല. വെറുതെ സ്റ്റേഷനിലേക്ക് കയറി വരാതിരിക്കുക. സ്വയം കുറ്റമേറ്റ് വന്ന കുട്ടിയെ പ്രകാരം നാട് മുഴുവൻ മഹാപീഠത്തിന്റെ തടയാൻ കഴിയാത്തവർ വളർന്നു ലഭിച്ച മയക്കുമരുന്ന് മാഫിയയുടെ ഈ വീട് വരെ ഉപഭോക്താക്കളുള്ളപ്പോൾ നാം ഈ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ നാം കീഴടങ്ങുന്നു എന്ന് സാർ. ഇതിനെതിരെ നമുക്ക് പറ്റാവുന്ന ചെയ്യണം. താങ്കളെ പോലുള്ള ആളുകളുടെ സഹായം എനിക്കതിന് ആവശ്യമില്ല. ഓക്കെ ഓക്കെ. എനിക്കറിയില്ലല്ലോ. ഞാനൊരു പഴഞ്ചനല്ലേ. ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങളിലാകുന്നു. അങ്ങനെയൊന്നുമില്ല. എന്റെ മോക്കിത് വേണം. നല്ലവനായി ഉപയോഗിക്കും. എനിക്ക് അത്രേ പറയാനുള്ളൂ. നിങ്ങൾ അതിലേക്ക് താനും കൂടി ചെറുതോ ഭക്ഷണം ഉപയോഗിച്ചിട്ടുണ്ടാവും.
അങ്ങനെ പപ്പ എടുക്കട്ടെ. ഓക്കെ. നമ്മൾ കാരണം പപ്പയുടെ അച്ഛനും തമ്മിൽ വഴക്കില്ലേ? വിഷമിക്കണ്ട, അതെല്ലാം സ്വഭാവം. മറ്റുള്ളവരെ കാണുമ്പോലെയല്ല. പാവമല്ല പപ്പ. ബിസിനസ് നടന്ന് കടകളിലെല്ലാം നടത്തിയിരിക്കുകയാണ് ഞങ്ങൾ. പണിയുണ്ടെന്ന് പറഞ്ഞാ ആര് വിശ്വസിക്കും? പണ്ട് വീട്ടിലൊരു മീൻ വന്ന അതിന്റെ മണം പിടിച്ചു വെച്ചാണ് ഈ ഞങ്ങളുടെ വീടെടുത്തിട്ട് അമ്പലത്തിൽ കളിക്കണമെങ്കിൽ നാളെ എന്റെ തിരക്കണം മാത്രമല്ല പ്രൊഡ്യൂസർ പുള്ളിയാണ് എഴുതി തീരുന്നു ആടി ഇങ്ങനെയോ പിന്നെ ഓട്ടത്തിലാണ്ട് വീട്ടിലെ കാര്യങ്ങൾ നിങ്ങളുടെ എല്ലാ ബോക്സ് ദ്വീപ് മറ്റൊന്നുമില്ല. പക്ഷേ അവൻ ഇന്നെ ചതിക്കുക തന്നെയില്ല. ബിന്ദുവിന് വേണ്ടി ഞാനൊരു ഫോൺ അവനോട് ചോദിച്ചിരുന്നു. അവൻ സംഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അതിനിടയിലാണ് ഈ പറഞ്ഞ ബോക്സ് അവൻ തന്നത്. പപ്പയുടെ ഫ്രണ്ടിന്റെ കടയിലാണ് കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ബിന്ദുവിനെ കൂടി പിടിപ്പിച്ചു. ഒരിക്കലുമില്ല. ശേഷം വെറുതെ സമയം കളയുന്നതാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ബിന്ദുവിനെ കൊണ്ട് പിടിപ്പിച്ചു. ആഷി ചെറിയ പയ്യനല്ലേ. ഇടയ്ക്ക് ദീപുവിന്റെ കൂടെ ബൈക്കിലൊക്കെ പോകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ സൗഹൃദമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അല്ല ആഷിയൊക്കെ അവരൊക്കെ നല്ല കുട്ടികളാണ്. ഈ റാഷിയുടെ അടുത്ത് കൂട്ടുകാർ അവരെ റാഷി മരിക്കുന്നതിന് തൊട്ട് വരെ ഈ കൂടി ഉണ്ടാകാനാണ് കേട്ടത്. മറ്റൊന്നും എനിക്ക് തിരിച്ചറിയില്ല. എന്തെങ്കിലും
മയക്കുമരുന്ന് മാഫിയുടെ പിടിയിൽപ്പെട്ടുണ്ട് കുട്ടികളുടെ വേഷമാണ്. ഞാനില്ല, അതെനിക്ക് ശരിയാവില്ല. അവനും
മരിച്ചുപോയ രാശി ഇതുപോലൊരു കേസ് ഇഷ്ടപ്പെട്ടതാ. അവരവരെ വിട്ടു. പക്ഷെ മറ്റവരെ ഇവരുടെ പിന്നാലെ അവരിൽ നിന്നും ഓടി രക്ഷപ്പെടാനുള്ള സമയത്താണ് രാശിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. അതിനെപ്പറ്റി അറിയില്ല. പക്ഷേ അന്നിട്ട് അന്നുണ്ടായ ഹരിക്കന്റെ പിന്നാലെ ഒരു പരിചയമില്ലാത്ത ആളുകൾ വരെ ഇവിടെ തിരക്കിരിക്കുന്നു അവൻ പറയാറ്. എന്തിനും പേടിക്കണം. അവള് ധൈര്യം പറ. പിന്നെ നമ്മുടെ ഷോർട്ട് ഫിലിമില്ലേ അവരെ ഈ എന്ത് കാര്യം ഷൂട്ടിംഗ് നമ്മുടെ ഗുരുകുലത്തിന് ഒരേ നിർബന്ധം. ഇത് പൊന്നിയേട്ട ഇത് ചെറിയ ഷോർട്ട് ഫിലിമാ. അതിന് ഈ അവറാച്ചം മുതലാളിക്ക് വലിയൊന്നുമില്ല. ഈ നായകൻ പിന്നെ നമ്മുടെ ഈ ഗുരുകുലത്തില് ഒരു സിനിമ ചെയ്യാനുള്ള അവസരത്തിന് നമ്മളായിട്ട് കൽപ്പിച്ചു വേണോ? അല്ല നമ്മുടെ ഈ ഗുരുകുലം വന്നില്ലേ, വീട്ടിൽ ചെന്നപ്പോ ആളുകൾ കൊണ്ടുപോകുന്നു. പിന്നെ ഇതൊരു ചെറിയ വേഷല്ലേ ഞാൻ ചെയ്തോളാം. പിന്നെ നമ്മുടെ അടുത്ത ഷോർട്ട് ഫിലിമില് എന്റെ ഡയലോഗ് ഇത്തിരി കേറ്റി എഴുതിക്കോ. എന്താ വേണ്ടതൊക്കെ ചെയ്യാം. പിന്നെ ഞാനിത് പറഞ്ഞു പറയാം. അതിന് ഇനി ഞാനൊന്നും ഇതൊക്കെ വീട് കിട്ടിയ അവസരം ഇനി ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കാം. എന്നാ ചെയ്യാൻ പോയിട്ട് പിന്നെ ഗുരുകുലത്തിനോട് അവറാച്ചം മുതലാളി വരുമെന്ന് പറയാം. ഞാൻ നേരത്തെ എങ്കിലും അവസാനം മാറ്റി ചെയ്തിട്ടുണ്ട്. അറിയാതെങ്കിലും എനിക്ക് നിന്നൊരു വേഷം മെസ്സേജ് ഞാൻ കണ്ടിട്ടു. കാര്യങ്ങളെ ഗൗരവം നേടുന്ന തന്റെ മനോഭാവത്തെ നിങ്ങളൊക്കെ അങ്ങനെയാവാൻ ശ്രമിക്കാം.
അതെന്താടി നിങ്ങൾ രണ്ടുപേരും എന്നോട് വരുത്താൻ മക്കളെ നിങ്ങൾ വിളിച്ചാലും അതാ ഞാനും അവനും തമ്മിലുള്ള ബന്ധം. ഞാൻ ചെയ്തൊരു വലിയ കുറിച്ച് ഞാനവരെ പറയരുത്. അതിലൊരു 1000 വട്ടം ഞാൻ ഒരു മാപ്പ് ചോദിച്ചാ ഇനി എന്ത് പ്രായച്ചിട്ടാ ചെയ്യുന്നത് താൻ തന്നെ പറഞ്ഞാൽ മതി. പോയി കേക്കെടുത്തോട്ട് പോണോ ഇവിടെ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ ആഘോഷിക്കാം അല്ലേ? അങ്ങനെ പറഞ്ഞ ഇന്ന് നമ്മുടെ ദോഷം നടത്തുന്നതാണ്. അപ്പ മാത്രമല്ല ഞാനും പറഞ്ഞു എല്ലാം തകർന്നു വീണിട്ട് ജന്മദിനം എങ്ങനെ ഓർക്കാനാ എന്റെ പപ്പയും അച്ഛനും ഒന്നിച്ചേർന്ന നിമിഷം അതാണ് ഞങ്ങൾ ആഗ്രഹിച്ചത്. ആ ആഗ്രഹത്തിനൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റാത്തവളാണ് ഈ പാലക്കാടനെ അങ്ങനെ കടന്നു പോയില്ലേ. ആര് പറഞ്ഞു? വീട് വെക്കാനൊരു വന്നു അത് തന്നെ ഈ നാരായണന്റെ കയ്യിൽ. നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഞാൻ തോറ്റുപോകും. ഒന്ന് പോടാ ഇയാളാണ് ഇന്ന് നമ്മുടെ മുഖ്യ മനസ്സിലായില്ല. ഞാൻ മനസ്സിലാക്കിയുള്ള ഫണ്ട് പതികലാപത്തിൽ നക്കാപ്പച്ച ചേർത്ത് അങ്ങേതന്റെ ജനോപകാര പ്രവർത്തനങ്ങൾ മൈകിലേക്ക് എല്ലാം നഷ്ടപ്പെട്ടാണ് ഈ പാലക്കാടനാണ്. എന്റെ നാരായണന്റെ കുടുംബത്തിനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതുപോലെ അതുപോലെ നമ്മളിട്ടുണ്ടോ?
ഇതിന്റെ ഡയറക്ടറാണ്. ആയിക്കോട്ടെ. പക്ഷെ കാര്യം ഞങ്ങൾ പറഞ്ഞ നടക്കണം. അതല്ലേ അതിലൊരു മര്യാദ. അപ്പൊ ചേട്ടൻ കാര്യം അവിടെ പോയി രക്ഷിച്ചോ. ഷോട്ട് റെഡി ആവാൻ സമയം ഞാൻ ആരാണ്ട് വിളിച്ചോളാം. അങ്ങനെ കാര്യം പറഞ്ഞിരിക്കും. അല്ല, ഞാൻ എവിടെ വിശ്രമിക്കുന്നു പോവാൻ ആരെങ്കിലും ഈ വിശ്രമിക്കാൻ ഉണ്ടാവോ? എന്റെ കഥാപാത്രം ഈ നാട്ടിലെല്ലാവരും ബഹുമാനിക്കുന്ന ആള് നമ്മൾ അവരാച്ചന്മാരെ പോലെ എന്തായാലും ഈ യാസിന് ആള് ആള് കൊണ്ടില്ലേ അതെ, അടുത്ത ഗ്യാസിന്റെ സീനാണ്. ഗ്യാസ് തന്നില്ല, എത്ര നേരം? കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. മുതലാളി എത്താത്തോണ്ട് കുറ്റം ചെയ്യാൻ പറ്റില്ല. സുശീല അതിലൊന്നും കാര്യമില്ല. കാര്യങ്ങൾ നടക്കട്ടെ. അല്ല, ഇവിടെ സാമ്പത്തിക കാര്യമെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്ന സാംസ്കാരിക പ്രവർത്തനങ്ങൾ സാമ്പത്തിക നേട്ടങ്ങളെ കൊണ്ട് നിന്നു പോകുന്നു. അത്രയും എനിക്ക് എന്തെങ്കിലും ആവശ്യം ചോദ്യപ്പെടുത്തുന്ന അപ്പുറത്തോട്ട്
സർക്കാർ അവകാശമാണല്ലേ കാര്യം പറഞ്ഞില്ല. അയാളെ കസ്റ്റഡിയിലെടുത്തുകൊണ്ട് മാത്രം എന്റെ ദൗത്യം ഇവിടെ പൂർത്തിയാവുന്നു. യഥാർത്ഥ മലയാളി ഇപ്പോൾ വിളിച്ചിരിക്കുകയല്ല. പറയേ, ഈ കൂട്ടത്തിൽ ആരാ റാഷിയെ കൊന്നത്? വരുന്നതിന്റെ തൊട്ടുണ്ട് മുമ്പ് വരെ ഞാനിവിടെ ഉണ്ടായിരുന്നുള്ള സത്യം. പക്ഷേ ഞാനല്ല രക്ഷപ്പെടുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇത്തിരി പണം ഞാൻ അവിടെ പോകുന്ന അപകടത്തിലേക്കാണ് തിരിച്ചറിഞ്ഞത്. ഒഴിഞ്ഞു മാറാറുണ്ട്. എങ്ങനെയും ഒഴിഞ്ഞു മാറാം. ഞാനോട് പറഞ്ഞതാണ്. പക്ഷെ അവർ സമ്മതിച്ചില്ല. അവരോട് കലഹിച്ചിറങ്ങി പോകുന്ന സമയത്ത് പോലീസിൽ അറിയിക്കുമെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് അതവരെ കൂടുതൽ പ്രചോദനായി വളരെ ആസൂത്രിതമായി അവനെ പിന്തിരിപ്പിക്കാൻ വിളിച്ചത് ഞാനാണ് വന്നത്. അവരെങ്ങനെ തേടിയാണോ ഞാനൊരു പോകാളിയെ പോലെ നിങ്ങളുടെ മുമ്പിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്റെ അമ്മയ്ക്ക് സൗകര്യം സാറേ
ജയിലിലാവുമ്പോ ഞാന് പേടിക്കാൻ കഴിയാല. ഒരു കാരണവശാലും എന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്ന് കേസിലാണെന്ന് എന്റെ അമ്മ അറിയുന്നു. അത് താങ്ങാൻ പറ്റില്ല. നിയമപരമായ കാര്യങ്ങൾ വിട്ടുവീഴ്ചയാണ്. നിങ്ങളുടെയൊക്കെ സ്വന്തം നിയമമാണ് ഈ കേസിൽ അന്വേഷിക്കണമെന്ന് പറഞ്ഞു പരാതി കൊടുത്തു. രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമല്ല, ഈ നാട്ടിലെ പലരും ഇയാളുടെ കേസ് തുടങ്ങിയിട്ടുണ്ട്. ജോസിയുടെ സുഹൃത്ത് ദീപവും അക്കൂട്ടൊരാളും മാത്രമായിരുന്നു. ഒന്നും അറിയാതെ വീണ് പോകുന്ന ആ പെൺകുട്ടികളെ മയക്കുമരുന്നിന്റെ വലയിൽ എത്തിക്കഴിഞ്ഞാൽ എന്തെങ്കിലും മായാലോകത്ത് എന്തോ നീ രക്ഷപ്പെട്ടപ്പോ നാട്ടിൽ അവർ പിടികൂടി. അവനെ കൊണ്ട് നിർബന്ധപൂർവ്വം ബൈക്ക് ഓടിപ്പിച്ച് രാംചന്ദ് എന്ന പ്രൊഫഷണൽ